this is Chesina from MS Solutions. Yes, എല്ലാവരും എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലേ? സെറ്റ് ആണോ? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സമയത്ത് ഫസ്റ്റ് നിങ്ങളൊന്ന് എഴുതിയിട്ടുണ്ടാവും, ഒന്നിങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും, കാരണം അത്യാവശ്യം ടഫ് ആയിരുന്നു അല്ലേ? അതായത് ടഫ് മീൻസ് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയ ഒരാൾക്ക് സുഖമായിട്ട് എഴുതാം. പക്ഷെ എന്താണ്, ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ? ഒന്ന് രണ്ട് തവണ വായിക്കുന്ന സമയത്തേ ഉള്ളൂ എന്താ നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്താന്ന് കറക്റ്റ് മനസ്സിലാവുന്ന തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളായിരുന്നു. പക്ഷേ ഒരു കണക്കിൽ നോക്കുകയാണെങ്കിൽ അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഈ രീതിയിൽ എന്താണ് നമ്മൾ ഏത് രീതിയിൽ പഠിക്കണം, ഏത് രീതിയിൽ ആൻസർ ചെയ്യണം എന്നുള്ള ആ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതായത് ഈ രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഇനി മുൻപോട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പക്ഷേ നമ്മുടെ റെക്കോർഡഡ് വീഡിയോസും ലൈവ് ക്ലാസ്സസും ഒക്കെ കണ്ടവർക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കാരണം ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് ഒരിക്കലും നിങ്ങളെ സങ്കടപ്പെടുത്താനോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ഓർത്തിരിക്കാനോ വേണ്ടിയിട്ടല്ല, ഈ രീതിയിലായിരുന്നു ഇതിന് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ആൻസർ കീ ഡിസ്കഷൻ എന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൂൽ കവിതാക്കി ഏ പങ്ക്തിയാൻ പട, അതായത് നമ്മുടെ ഫൂൽ എന്ന് പറഞ്ഞ കവിതയുടെ കുറച്ച് വരികൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ വരികളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് അല്ലെ. ഇപ്പൊ നോക്കിക്കടാ. घर पहुंचते ही उन्हें उखाड़ फेंका किनको, വീട്ടിലെത്തിയ സമയത്ത് എന്തോ ഒന്ന് അദ്ദേഹം പിഴുതെറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? കവി പറയുന്നുണ്ട്, കവി എന്തോന്ന് പിഴുതെറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? അതായത് അദ്ദേഹം ആ ബാസാറിലേക്ക് പോയ സമയത്ത് എന്താണ് പ്ലാസ്റ്റിക് പൂവുകൾ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചത് കാണാൻ. അതായത് അവർക്ക് ഒരു മാറ്റവും ഒരിക്കലും സംഭവിക്കുന്നില്ല അല്ലെ? സാധാ പൂവുകൾ എന്താണ്, സാധാ പൂക്കൾ വിടരും, അതുപോലെ വാടും. പക്ഷേ ഈ പ്ലാസ്റ്റിക് പൂവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, തിളങ്ങുന്നതായിരിക്കും, അതുപോലെ സൗകര്യപ്രദമാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കവി പിഴുതെറിയുന്നുണ്ട് അല്ലെ? എന്തായിരുന്നു പിഴുതെറിഞ്ഞത്? प्लास्टिक पौधों को, असली पौधों को, कागजी पौधों को, देन सूखे पौधों को. ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കടാ, നോക്കിക്കേ, നമുക്കിവിടെ തന്നത് ഏഹി ഭാവ് സെ ഹമേഷ ദഹ്തേ രഹ്തേ ഹേ യേ ഫുൽ, എപ്പോഴും ഒരേ ഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നതാണ് എന്താ? യെസ്, ഈ പ്ലാസ്റ്റിക് പൂവുകൾ അല്ലേ? മെയിനെ ദേർ തക് ദേഖ്താ രഹാ ഫിർ ആँखों में उतरा गया चुभते हुए है अपने आंगन के गिलते मुरझाते फूल घर पहुंचते ही उन्हें उखाड़ फेंका. അങ്ങനെ വീട്ടിൽ പോയിട്ട് ആങ്കൻ, അതായത് പൂന്തോട്ടത്തിലുള്ള ഗിൽത്തെ മുർച്ച്തെ, അതായത് വിടരുകയും വാടുകയും ചെയ്യുന്ന പൂ എന്ത് ചെയ്തു? ഗർ പഹുഞ്ച്തേ ഹി, വീട്ടിലെത്തിയ സമയത്ത് ഉനേം അദ്ദേഹം ഉഖാഡ് ഫേങ്ക, പിഴുതെറിയുകയാണ് ചെയ്തത് അല്ലെ? അതായത് എന്താണ്, പ്ലാസ്റ്റിക് പൂക്കൾക്ക് ഒരിക്കലും ഒരു മാറ്റവും സംഭവിക്കില്ല. അപ്പൊ അതാണ് പെർഫെക്റ്റ് എന്ന് തോന്നി. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് എന്താ? പ്ലാസ്റ്റിക് പൗധോങ്കോ, കാഗസ് പൗധോങ്കോ, അസ്ലി പൗധോങ്കോ, സുഖേ പൗധോങ്കോ. ഏതാണ്? യെസ്, അസ്ലി പൗധാണ് അല്ലെ? ശരിക്കുള്ള പൗധ, ആ ഒരു ചെടികളെയാണ് പിഴുതെറിഞ്ഞത്. അടുത്തത് ഹമേഷ ദഹ്തേ രഹ്തേ ഹേ യേ ഫൂൽ, കവിനെ ऐसा क्यों कहा അല്ലെ? ഹമേഷ ദഹ്ത, അതായത് എപ്പോഴും ഒരേപോലെയാണ് അല്ലെ? ഒരു മാറ്റം എന്ത് സംഭവിക്കുന്നില്ല. ഹമേഷ ദഹ്തേ രഹ്തേ യേ ഫൂൽ മെയിനെ ദർ തക് ദേഖ്താ രഹാ, അതായത് ഒരിക്കലും എന്തെയില്ല, ഈ പ്ലാസ്റ്റിക് പൂക്കൾക്ക് ഒരിക്കലും മാറ്റം സംഭവിക്കില്ല. അപ്പൊ ആ ഒരു കാര്യമാണ് എന്ത് അവിടെ സൂചിപ്പിച്ചത്. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അതായത് പ്ലാസ്റ്റിക് പൂക്കൾ എന്താണ്, വാടില്ല, അതുപോലെ എന്താണ്, ആ തിളക്കം പോവില്ല, എവിടെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം, ആ രീതിയിൽ അല്ലെ? അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അടുത്ത നോക്കിക്കേ, പഹചാൻ കർ ലിഗേ കോൺ സാ ക്രം സഹി ഹേ. ഇത് നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ടിപ്പണി ആശയം നമ്മൾ മനസ്സിലാക്കിയവർക്കാണെങ്കിൽ അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് 3 മാർക്ക് മേടിക്കാം അല്ലെ? നോക്കിക്കേ, നമുക്ക് ഈ സൈഡില് ചുപ്തേ ഹുയേ സേ ബാഹർ ആന ദെൻ ഗിൽന മുർജാന തന്നിട്ടുണ്ട് അല്ലെ? അതായത് എന്താ, പിറുപിറുക്ക, പുറത്ത് വരിക, പിന്നെന്താ, ഗിൽന മുർജാന, വിടരുക, വാടുക. അപ്പൊ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് നോക്കാം. ബസന്ത് കെ ആഗമൻ കി സൂചന, വസന്തകാലത്തിന്റെ വരവിനെ സൂചിപ്പിക്കുന്നു. അസ്ലി ഫൂലോं की വിശേഷത, യഥാർത്ഥ പൂക്കളുടെ വിശേഷത. പ്ലാസ്റ്റിക് ഫൂലോं की പ്രതീക ഹേ, ഇത് പ്ലാസ്റ്റിക് പൂവിന്റെ പ്രതീകമാണ്. ദെൻ മൻ മേ വ്യഥ ഉത്പന്ന ഹോനെ കാ സംഗീത ഹേ, മനസ്സിൽ എന്താണ്, സങ്കടങ്ങളൊക്കെ വരുന്ന സമയം നമ്മൾ ഇങ്ങനെ എന്തോ ചെയ്യാറുണ്ട് അല്ലെ? യെസ്. അപ്പൊ നോക്കടാ, അപ്പൊ നമുക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. ചുബത്തെ ഹുയേസേ, നമ്മളിങ്ങനെ പിറുപിറുക്ക അല്ലെ? എന്താണ്, അപ്പൊ എന്താ വരിക? ഫസ്റ്റ് ഛ, അതിന്റെ ഓപ്പോസിറ്റ് ചെയ്ത് വരും, നമുക്ക് ഥ കൊടുക്കാം, ഥ. ഓക്കെ, അടുത്തത് ബാഹറാന അല്ലെ? എന്താണ്? ബസന്ത് കെ ആഗമൻ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഛ, അതുപോലെ ഥ. അടുത്തത് ഗിൽന മുർജാന അല്ലെ? വിടരുക, വാടുക എന്ന് പറഞ്ഞാൽ എന്താ, യഥാർത്ഥ പൂക്കളുടെ വിശേഷതയാണ്. അപ്പം ജായും അതുപോലെ ഏത് കൊടുക്കാം? ജായും ഥായുമാണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് നോക്കാം കേട്ടോ. ഛ ഥ ഇവിടെ തന്നിട്ടുണ്ട്. അടുത്തത് നോക്കാം, നമ്മൾ ചെയ്തത് ഛായും ഥായുമാണ്. ഛായും ഥായും നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഏതാണ്?
ജായും ധായുമാണ്, അതും നമ്മൾ ചെയ്തത് ശരിയാണ്. അപ്പൊ ഇതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അടുത്ത നോക്കണം. ചട്പട്ട് ഓർ നട്ട്കട്ട് കഹാനിക്ക യ അംശ് പഠേ ഓർ നോക്കിക്കേ 4 മുതൽ 6 വരെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കോ. അചാനക് ഉസ്ക പാവ് ഫിസൽ ഓർ വഹ് പാനി മേ ഗിർ പട, കാല് വഴുതിയിട്ട് പെട്ടെന്ന് എങ്ങോട്ട് വീണു? വെള്ളത്തിലേക്ക് വീണു. പാനി കാ ബഹാവ് തേസ് ദ നട്ട്കട്ട് കോ തൈർന നഹി ആത്താ താ, നമ്മുടെ നട്ട്കട്ട് നീന്താൻ അറിയില്ലായിരുന്നു. ചോട്ടാ സഹി തോത്ത, അപ്പൊ എന്താണ്? അവൻ എന്താ നീന്താൻ അറിയില്ലായിരുന്നല്ലോ അല്ലെ. ബഹ് ഗയ, അവൻ എന്ത് ചെയ്തു? യെസ്, ഇങ്ങനെ മുങ്ങി താഴെയാണ് അല്ലെ. ഡൂബ്തെ ഉത്തർനെ ദൂർ ജാനെ ലഗ ചട്പട്ട് को तैरना आता था, उसे चट अपना बस्ता पीठ से उतार कर पुल की मुंडेरे पर रखा और नदी में कूद पड़ा. പെട്ടെന്ന് ബാഗ് അഴിച്ചു വെച്ചിട്ട് ചട്പട്ട് എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് ചാടി. ക്വസ്റ്റ്യൻ നോക്കിക്കേ. സഹി വാക്യ ചുൻകർ ലിഖേ, ശരിയായിട്ടുള്ള പദം എന്ത് ചെയ്യുക? തെരഞ്ഞെടുത്ത് എഴുതാനാ പറയുന്നത്. छोटा भाई नदी में बह रही है, छोटा भाई नदी में बह रहा हूं, छोटा भाई नदी में बह रहे हैं, छोटा भाई नदी में बह रहा हूं. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, കറക്റ്റ് ആയിട്ടുള്ള പ്രയോഗം എന്നാണ് പറയുന്നത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആൻസർ ഈ ഒരു ചോദ്യത്തിൽ തന്നെയുള്ള, ഈ ചോദ്യം വായിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. അടുത്ത ചോദ്യം. നട്ട്കട്ട് പാനി മേ ബഹ് ഗയ ക്യോ, എന്തുകൊണ്ടാണ് നട്ട്കട്ട് വെള്ളത്തിൽ മുങ്ങിപ്പോയത്? കാരണം എന്താണ്? നട്ട്കട്ടിന് നീന്താൻ അറിയില്ലായിരുന്നു, അതുകൊണ്ട് തന്നെയല്ലേ അവൻ മുങ്ങി താഴ്ന്നത്. ഓക്കെ, അടുത്തത്. നദി മേ ഡൂബ്തെ ഉത്തർത്തെ ഹുയെ നട്ട്കട്ട് ബഹുത് ഡർ ഗയാ താ, ഇസ് അനുഭവ പർ നട്ട്കട്ട് की ഡയറി ലിഖേ. അപ്പൊ എന്താ? നട്ട്കട്ടിന്റെ ഇന്നത്തെ അവസ്ഥ വെച്ചത്, അതായത് നട്ട്കട്ടിന് സംഭവിച്ചു, വെള്ളത്തിൽ വീണ സംഭവം വെച്ചിട്ട് നട്ട്കട്ടിന്റെ ഡയറിയാണ് പറഞ്ഞത്. നമ്മൾ സമ്മറി കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ലൈവിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അത് വെച്ച് അടിപൊളിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റുമായിരുന്നു അല്ലെ. ഓക്കെ, നട്ട്കട്ട് എന്താണ്? ഞാൻ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എന്താണ്? പുൽപ്പറൽ, അതായത് പാനി, ആ ഒരു പാലത്തിന്റെ മുകളിൽ എത്തിയപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു? യെസ്, നദിക്ക് കിനാരെ, നദിയുടെ അരികിലേക്ക് പോവാനും അതുപോലെ കാഗസ് കൊണ്ടുണ്ടാക്കിയ നാവ്, തോണി എന്താണ്? വെള്ളത്തിൽ ഒഴുക്കാനും ഞാൻ വിചാരിച്ചു. സമയത്ത് പെട്ടെന്ന് ചേട്ടൻ വിളിച്ച സമയത്ത് പേടിച്ചിട്ട് എന്ത് ചെയ്തു? ആ പാവ് ഫിസൽക്കർ, കാല് വഴുതിയിട്ട് എങ്ങോട്ട് വീണു? നദിയിലേക്ക് വീണു എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഡയറി മുന്നോട്ട് പോവാം. ഇനി നിങ്ങൾക്ക് അത് പറ്റില്ലെങ്കിൽ അടുത്തൊരു ചോദ്യം തന്നിട്ടുണ്ടല്ലേ, എന്താണ്? നദി സെ ബച്ചനെ के अनुभव का जिक्र करते हुए मित्र के नाम नटखट का पत्र लिखे. ആ നദിയിൽ നിന്നും രക്ഷപ്പെട്ട കാര്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നട്ട്കട്ടിന്റെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതാണ്. അപ്പൊ ഈ ഡയറിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിപൊളിയായിട്ട് ആ ഫോർമാറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ലെറ്റർ എഴുതാൻ പറ്റില്ല. അതായത് ഡേറ്റും പ്ലേസും എഴുതുന്നു, സല്യൂട്ടേഷൻ കൊടുക്കുന്നു, സുഖാണോ എന്നൊക്കെ പറയുന്നു. ദെൻ എന്താണ് ഇന്ന് സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചു. വളരെ ചുരുക്കി പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എഴുതുക. എന്ത് കിട്ടും? 4 മാർക്ക് ഷുവർ ആണ് അല്ലെ. ഓക്കെ, അടുത്ത നോക്കിക്കേ. ഗർ അല്ലെ, നമ്മുടെ ഗർ എന്ന് പറഞ്ഞ കഹാനിയിൽ നിന്നാണ്. നോക്കിക്കോ. क्या तुम उनकी बात कर रही हो जो शरीर पर से एक तरह के कपड़े उतार कर दूसरी तरह के कपड़े पहनते रहते हैं, पर वो तो केवल रात में रहने के लिए यहाँ आते हैं, उनमें भी ज्यादातर समय सोए रहते हैं. ओके, अपन നോക്കിക്കോ. पर वो तो केवल रात में रहने के लिए यहाँ आते हैं, ചിപ്കലി കിസ്കെ ബാരെ में, അതായത് രാത്രി സമയങ്ങളിൽ മാത്രമേ മുപ്പര് ഇവിടെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ ആരെ കുറിച്ചാണ് പറഞ്ഞത്? ശാന്തിദാസ് അല്ലെങ്കിൽ ഗിർഗിറ്റ്, ഗിൽഹരി, അതുപോലെ ഫർഹാദ് അല്ലെ. ആരായിരുന്നു രാത്രി വരുന്നത്? നമുക്കറിയാം, ആ ജീവികളുടെ കൂടെ ഫർഹാദ് എപ്പോഴാണ്? കുറച്ച് സമയം മാത്രമേ ആ വീട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നുള്ളൂ അല്ലെ. അപ്പൊ ആരാന്നുള്ള നമുക്ക് വ്യക്തമല്ലേ. അടുത്തത്. കഹാനി കെ ലിയെ ഗർ ശീർഷക കഹാം തക് ഉചിത് ഹേ അപ്നാ വിചാർ ലിഖേ. ഗർ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ ഗർ എന്ന് പറഞ്ഞ പേരെന്താണ്? വളരെ ഉചിതമാണ് അല്ലെ. അതായത് ഈ ഒരു ലോകം എന്ന് പറയുന്നത് എന്താ? എല്ലാവർക്കും ഉള്ള ഒരു വീടാണ് അല്ലെ. ഫർഹാദിന്റെ വീട് എന്താണ്? സഹജീവികൾക്കൊക്കെ ഉള്ള ഒരു ഇടമായിട്ടാണ് അദ്ദേഹം കരുതിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? ഗർ എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ് ഇതിന് വളരെ ആപ്റ്റ് ആണ്. അടുത്തത്. प्रकृति का न करे शोषण यही है जीवन का पोषण का संदेश देते हुए പോസ്റ്റർ തയ്യാർ कर. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്ന തരത്തിൽ പ്രകൃതിയുടെ ആ ഒരു വിശേഷതകളെ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമുക്ക് ഈ ഡയലോഗ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നോ? പ്രകൃതി എന്താ? നമ്മുടെ ജീവനാണ്. പ്രകൃതി എന്താ? ജീവൻ കാ ആധാർ ഹേ എന്നൊക്കെ നമുക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? പോസ്റ്റർ വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി, നമുക്ക് ആ മാർക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നത് പ്രകൃതി ഹേ तो जीवन है विषय पर आपके स्कूल में संगोष्ठी चलाने वाली है, इसके लिए एक പോസ്റ്റർ തയ്യാർ करें. നമ്മൾ 2 ടൈപ്പ് പോസ്റ്റർ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. എന്താണ്? നമ്മളൊരു ബോക്സ് വരയ്ക്കാം. പ്രകൃതി ഹേ तो ജീവൻ ഹേ പ്രോഗ്രാം എഴുതിയില്ല. പ്രോഗ്രാം എന്താണ്? സംഗോഷ്ഠിയാണ്. സംഗോഷ്ഠി എഴുതുന്നു. സംഗോഷ്ഠിയുടെ വിഷയം എന്താണ്? പ്രകൃതി ഹേ तो ജീവൻ ഹേ, നമ്മൾ താഴെ എഴുതുന്നു. അതുപോലെ ഡേറ്റ് തന്നിട്ടില്ല, നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം, സമയം കൊടുക്കാം. സ്കൂളാണ് കണ്ടക്ട് ചെയ്യുന്നത്, സ്കൂൾ സഭാഭവൻ എഴുതാം. സബുക്കാ സ്വാഗതം. 4 മാർക്ക് സെറ്റ് ആണ്. അപ്പോൾ ഈ 2 പോസ്റ്ററും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് ബഹുദിനോം കെ ബാദ് പറഞ്ഞ കവിതയിൽ നിന്നാണ് അല്ലേ. ഓക്കെ,
അപ്പൊ എന്താണ് നോക്കിക്കേ, സമാന ആശയ വാലി പങ്ക്തിയാം കവിതാംശ സെ ചുൻകർ ലിഖേ. നമ്മൾ എന്താണ് കറക്റ്റ് ഈ മൻ പസന്ത് ദേഹാത്തി ഗാന ചക്നെ കാ മൗക്ക മില എന്ന് പറഞ്ഞ ഈ ഒരു ആശയം നമ്മൾ കറക്റ്റ് നമ്മളെ ലൈവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതേ ആശയം വെച്ചിട്ട് ഇതേ വരി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേ സമാന ആശയ വാലി പങ്ക്തിയാം കവിതാംശ സെ ചുൻകർ ലിഖേ എന്ന് പറഞ്ഞ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഫുഡാണ്. അപ്പൊ ഏതെങ്കിലും, അതായത് നമുക്ക് തന്ന വരിയിൽ ഏതെങ്കിലും ഒരു വേർഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കവിതയിലെ വരി കണ്ടുപിടിക്കാൻ അല്ലെ. അപ്പൊ ഇവിടെ ഖാന എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ, ബഹുദിനോ കെ ബാദ് അബ് കി മേൻ ജി ബർത്താൽ മക്കാന ഖായ ഗന്നെ ചൂസെ ജീബറാണ് അതിന്റെ കറക്റ്റ് ആൻസർ. അടുത്തത് कोष्ठक के शब्दों की मदद के वाक्य विस्तार करें. മേം ചൂപ്പായ എന്താണ് എന്താണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കിക്കേ, ഇവിടെ ഈ ഒരു കവിതയുടെ ഈ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പൂർത്തിയാക്കാൻ പറ്റും അല്ലേ. മേം ചൂപ്പായ അല്ലേ, എന്താണ് നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, अपनी गंबई पगडंडी की चंदनी दूल, അതായത് അബ്കി മേൻ ജി പർ ചൂപ്പായ, മേൻ ജി പർ ചൂപ്പായ എന്താണ് കണ്ടത് നോക്കിക്കേ, ചന്ദൻ വർണ്ണി ജി പർ ധൂൽ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, മേൻ ചൂപ്പായ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കൊടുക്കാടാ നോക്കിക്കേ, മേം ജീബർ മുന്നിൽ എന്ത് കൊടുക്കാം, മേൻ ജീബർ കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് എന്ത് കൊടുക്കാം, ചന്ദൻ വർണ്ണിയിൽ അതായത് ധൂൽ നമുക്ക് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് എന്ത് കൊടുക്കാം, ചന്ദൻ വർണ്ണി കൊടുക്കാം അല്ലെ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എവിടെ ഉണ്ട് നോക്കിക്കേ, മേൻ ജീബർ ചൂപ്പായ അപ്നി ഗംബൈ പഗഡണ്ടിക്ക് ചന്ദൻ വർണ്ണി ധൂൽ. അപ്പൊ ഇത് ശ്രദ്ധിച്ചവർക്ക്, ഈ ഒരു കവിത വായിച്ചവർക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ എഴുതാൻ പറ്റും. ഓക്കെ, അടുത്തത് വീണ്ടും ചട്പട്ട് ഓർ നട്കട്ട് എന്ന് പറഞ്ഞ കഹാനിയിൽ നിന്നാണ് വന്നത്. നോക്കിക്കേ, സഹി പ്രസ്താവ് ചുൻകർ ലിഖേ, ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതണം. നോക്കിക്കേ, മിത്രക്കെ കാരണം ചട്പട്ട് പരേഷാൻ ഹോ ജാത്താ ഹെ, സുഹൃത്തിന്റെ കാരണം കൊണ്ടാണ് അവൻ ടെൻഷൻ അടിക്കുന്നത്, നമ്മുടെ ചട്പട്ട് ശരിയാണോ. പഡോസിക്കെ കാരണം അയൽവാസിയുടെ കാരണം, ചോട്ടെ ബായിക്ക് കാരണം അനിയൻ കാരണം, ദെൻ പിതാക്കെ കാരണം ഏത് കാരണം നമുക്കറിയാം, അനിയൻ കാരണമാണല്ലേ. അപ്പൊ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തത് ഉപയുക്ത പ്രസംഗ പർ മാം ഓർ ചട്പട്ട് കെ ബീച്ച് की संभावित बातचीत लिखे. ഈ സന്ദർഭം അതായത് അമ്മയോ അതുപോലെ ചട്പടും തമ്മിൽ എന്ത് ചെയ്യുക, ചട്പട് പരാതി പറയാനല്ലേ, ഈ ചോട്ട എന്താണ് ഭയങ്കര എന്താ നട്കട്ട് ജ്യാദാ നട്കട്ട് ഭയങ്കര നട്കട്ടാണല്ലേ, അതായത് ഭയങ്കര കുസൃതിയാണ്, സമ്മതിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇതിലെ ഡയലോഗ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ചോട്ട ബഹുത്ത് പരേഷാൻ കർത്താ ഹേ നമുക്ക് പറയാം. അതുപോലെ എന്താ അമ്മ പറയാ, ചോട്ടാ ഹേന ചെറുതല്ലേ, ചെറിയ ആളെ നോക്കേണ്ടത് വലിയ ആളാണ് എന്നുള്ള രീതിയിൽ എന്താ നമുക്ക് ഈ ഒരു പാരഗ്രാഫ് വെച്ചിട്ട് തന്നെ അവരുടെ ഡയലോഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് അത് ആൻസർ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം വീണ്ടും ഗർ എന്ന് പറഞ്ഞ കഹാനിയിൽ നിന്നാണ്. നോക്കിക്കോ, ചിപ്കലി ക്യോ ഗർ ബദൽ രഹി ഹോഗി, എന്തുകൊണ്ടാണ് ചിപ്കലി വീട് മാറിയത്. നമുക്കിവിടെ ഉണ്ട് നോക്കിക്കേ, മേ ആജ് ഗർ ബദൽ രഹി ഹും ചിപ്കലിനെ മുസ്കുരാത്തെ ഹുയെ കഹ, ഞാൻ ഇന്ന് വീട് മാറാണ്, ചിരിച്ചോണ്ട് പറയാണ്. തും ശ്രീമാൻ ഫർഹാദ് കോ തോ ജരൂർ ജാനത്തെ ഹോഗ, ഹാ ഹാ പഹ്ലെ ജബ് ഹി ഹം മിലെ ഹേ തുമ്നെ ഉൻകാ ജിക്ർ കിയാ ഹേ. ഓക്കെ, മുമ്പ് നമ്മൾ കണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാ ഹുവാ ഉനെ ഗിർഗിട്ട് നെ ഗിർഗിട്ടി ആവാസ് മേ കഹ, നോക്കിക്കുക, हुआ कुछ नहीं बुद्धू, वे जिस किराए के कमरे में रहते हैं अब नहीं रहते, उन्होंने अपना नया घर बना लिया है. ചിപ്കലി ने कहा, അതായത് മുമ്പ് ചിപ്കലി താമസിച്ച വീട്ടിൽ എന്താണ് ചാടൂല, അതായത് എന്താണ് ചൂല് കൊണ്ട് എപ്പോഴും വയ്യ വരായിരുന്നു അല്ലെ, അവിടെ തീരെ എന്തുണ്ടായിരുന്നില്ല, സൗകര്യം ഉണ്ടായിരുന്നില്ല, എന്നെ കാണുമ്പോഴേക്ക് അലറി വിളിക്കാൻ തുടങ്ങുമായിരുന്നു. പക്ഷെ ഫറാദിന്റെ വീട്ടിൽ അതൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാണ് എന്താ ചിപ്കലി വീട് മാറുന്നത് അല്ലെ. ഓക്കെ, പിന്നെന്താണ് സംഗീതം की सहायता से फरहाद की ചരിത്രഗത വിശേഷത, ഇത് നമ്മൾ ഇങ്ങനെ തന്നെ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വരാൻ പോകുന്ന ചരിത്രഗത ടിപ്പണി ഏതാണ്, ഫർഹാദിന്റെ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, സഹജീവിയും से प्यार करने वाला, अकेला रहने वाला, मकान में थोड़ी सी जगह लेने वाला, शांत स्वभाव. അപ്പൊ നമുക്ക് പറയാം എന്താ, പ്രഭാതിന്റെ അല്ലെ, പ്രഭാത് കെ മഷൂർ കഹാനി ഗർ കാ മുഖ്യ പാത്ര ഹെ ആര്യ ഫർഹാദ്, ആ രീതിയിൽ നിങ്ങൾ തുടങ്ങണമെന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താ, പ്രകൃതി സബ് ഗർ ഹേ വിഷയ പർ ലഘു ലഘു ലിഖേ, ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ലൈവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. പ്രകൃതി സബ് ഗർ ഹേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലഘു ലേഖനം വരാൻ ചാൻസ് ഉണ്ട്. വളരെ ബ്രീഫ് ആയിട്ട്, അതായത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. പ്രകൃതി നമ്മുടെ വീടാണ്, അതായത് പ്രകൃതി കേവലം മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, എല്ലാ സഹജീവികൾക്കും ഉള്ളതാണ്. മനുഷ്യന്റെ അസ്തിത്വം എന്ന് പറയുന്നത് പ്രകൃതിയാണെന്നൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ളൊരു ചോദ്യം വന്നത്, പുറത്തുനിന്ന് ഒരു കവിത തന്നു, അതിന്റെ ആശയം അല്ലെ, കവിതാംശിക ആശയം എഴുതാനാണ് അല്ലെ. പക്ഷെ സിമ്പിൾ ആണ്. നമുക്ക് എന്താണ് നോക്കിക്കേ, പേടോं के संग बढ़ना सीखो, पेड़ों के संग गिलना, बच्चों और पेड़ दुनिया को हरा भरा रखते हैं, नहीं समझते जो दुष्कर्मों का
किताबें फल चखते हैं आज सभ्यता वक्षी बन पेड़ों के काट रही है നോക്കിക്കേ സർവേശ്വർ ദയാൽ സക്സേനയാണ് എഴുതിയത് അപ്പോൾ നമുക്ക് പറയാം ഹിന്ദി के प्रसिद्ध कवि നോക്കി സർവേശ്വർ ദയാൽ സക്സേന के एक सुंदर कविता है ഏത് തോടി ധർത്തി പാവു എന്നിട്ട് കവി പറയുന്നത് എന്താ ഓരോ വരികൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമായിട്ട് വന്നത് പക്ഷേ ഈ പാറ്റേൺ അടിപൊളിയായിരുന്നു നല്ല അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പറാണ് പെട്ടെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഒരുപാട് റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ പോകുന്നത് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ അതായത് നമ്മളിനി കാണാപ്പാഠം മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് വേർഡ്സും അതുപോലെ സെൻറ്റൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പഠിക്കുകയും നമ്മൾ എന്താണ് ഓരോ പാരഗ്രാഫും അതിൻ്റെ ബാക്കി എഴുതാനൊക്കെ പഠിക്കണം എന്നുള്ള ഒരു സാധനം നിങ്ങൾക്ക് കിട്ടിയില്ല യെസ് അപ്പം കഴിഞ്ഞ പരീക്ഷ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ട് ഓവറായിട്ട് മാർക്ക് പോയി അല്ലെങ്കിൽ മാർക്ക് കിട്ടി അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യേണ്ട ഈ നെക്സ്റ്റ് അടുത്ത ദിവസം ഏതാണോ എക്സാം ആ ഒരു എക്സാം അടിപൊളിയായിട്ട് പഠിക്കുക അടിപൊളിയായിട്ട് എഴുതുക അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ക്രിസ്മസ് എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം അപ്പം ടെൻഷനും കാര്യങ്ങളൊക്കെ വേണ്ട നല്ല മാർക്ക് എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ